السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിന്റെ അവസാന സമയത്താണ് നമ്മളുള്ളത്. റമളാൻ വിട പറയുകയാണ്, സലാം ചൊല്ലുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ റമളാൻ അനുകൂലമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ ഇജാബത്തുള്ള മജ്ലിസാക്കി കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ 6 അടി മണ്ണിലാണ്. അല്ലാഹുവേ, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ബർസഖ് ലോകത്ത് അവർക്ക് പ്രയാസമാണ് എങ്കിൽ അല്ലാഹ്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് റാഹത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ കരകയറ്റണേ റഹ്മാനെ. അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. സ്വർഗലോകത്തേക്കുള്ള വാതായനകൾ ഖബറിൽ നിന്ന് അവർക്ക് തുറന്നു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പലവിധ പ്രയാസങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും മുഴുവൻ വിഷമങ്ങളും പ്രതിസന്ധികളും നീ നീക്കി കൊടുക്കണേ റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹ്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അതിനുള്ള വഴികളൊക്കെ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹ്, എല്ലാവരുടെയും ചെറുതും വലുതുമായ മുഴുവൻ അസുഖങ്ങൾക്കും കാമിലായ ആജിലായ ശിഫ നീ നൽകണേ റഹ്മാനെ. അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ നീക്കി തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ദിക്റുകളൊക്കെ ചൊല്ലിയതിനു ശേഷം നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഇജാബത്തുള്ള മജ്ലിസാക്കി നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, നമ്മുടെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മൾ എല്ലാ ദിവസവും ഓതുന്നത് പോലെ ഒരു ഫാത്തിഹയും ആയത്തുൽ കുർസിയും ഓതുന്നു. ഇന്നത്തെ ദിവസം അല്ലാഹുവിൻ്റെ പൂർണ്ണമായ തൃപ്തി ലഭിക്കാൻ അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും നല്ല ആയത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താകുന്ന ആയത്തുൽ കുർസി ഓതുകയാണ്. സകല പിശാചുകളിൽ നിന്നും കാവൽ ലഭിക്കുന്ന ആയത്താണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്തി സയ്യിദിനാ വ നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇൻഷാ അല്ലാഹ്, നമ്മൾ ദിക്റുകളിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. ചെയ്തു പോയ തെറ്റുകളൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് അല്ലാഹുവിനോട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലാഹ്, എനിക്ക് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന മഹത്തായ ദിക്റാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ചെറുതും വലുതുമായി, രഹസ്യമായി പരസ്യമായി, അറിഞ്ഞും അറിയാതെയും ചെയ്ത ഒരുപാട് തെറ്റുകൾ, പ്രായപൂർത്തിയായതു മുതൽ ഇങ്ങോട്ട് എത്രയോ തെറ്റുകളുണ്ട്, എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത അത്രയും. അല്ലാഹ്, എല്ലാം നിന്റെ മഹ്ലായ ഫള് കൊണ്ട് നീ പുറത്തു തരണേ അല്ലാഹ്. ഈ റമളാൻ വിട പറയുകയാണ്. ഞങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭിച്ചില്ല എങ്കിൽ ഞങ്ങൾ പരാജിതരാണ് റഹ്മാനെ. അല്ലാഹ്, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. നീ പുറത്തു തരണേ റഹ്മാനെ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. أستغفر الله العظيم أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളാരും നിന്നെ ധിക്കരിച്ചുകൊണ്ട് ധിക്കാരം കാണിച്ച് തെറ്റുകൾ ചെയ്തവരല്ല അല്ലാഹ്. ദേഹേച്ഛകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ചെയ്തു പോയതാണ് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ ഇൽമും തഖ്വയൊക്കെ കുറഞ്ഞ പാവങ്ങളാണ്, സാധുക്കളാണ്. റഹ്മാനായ റബ്ബേ, റബ്ബുൽ ആലമീനായ തമ്പുരാനേ, ഞങ്ങളുടെ മുഴുവൻ തെറ്റുകളും നീ പുറത്തു തരണേ ആഖിറത്തിലേക്ക് ഒന്നും നീ നീക്കി വെക്കല്ല റഹ്മാനെ. എല്ലാം മരണത്തിന് മുമ്പ് തന്നെ പുറത്തു തരണേ നിങ്ങൾ ചൊല്ലി ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ കടങ്ങളുള്ളവർക്ക് വീട്ടി തരണേ വീട് പണി തുടങ്ങിയവർക്ക് എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കണേ വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ രോഗികൾക്ക് ശിഫ നൽകണേ റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്നത് ഈ വിശുദ്ധമായ റമദാൻ വിട പറയാനിരിക്കെ ഇത്ഖും മിനന്നാർ നമ്മൾ നേടിയിട്ടില്ല എങ്കിൽ നമ്മളെക്കാൾ വലിയ പരാജിതർ വേറെയില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലുകയാണ്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണേ എന്നർത്ഥം വരുന്ന മഹത്തായ ദിക്റാണ്. ചൊല്ലാം 33 തവണ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത
يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെല്ലാവരെയും നരകത്തിൽ നിന്ന് കാക്കണേ റഹ്മാനെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാളെയും അവരുടെ കുടുംബത്തെയും നരകത്തിന്റെ വിറകുകളാക്കല്ല റഹ്മാനെ നരകം താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കാർക്കുമില്ല അല്ലാഹ് ഞങ്ങളെ നരകത്തിൽ നിന്നും കാക്കണേ റഹ്മാനെ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ് നല്ല തെറ്റുകളിൽ നിന്ന് മാറി നിന്നുള്ള ജീവിതം തരണേ അല്ലാഹ് നല്ല മനസ്സ് നൽകണേ അല്ലാഹ് മോശമായ ചിന്തകളിൽ നിന്ന് കാക്കണേ റഹ്മാനെ ഞങ്ങൾക്കൊക്കെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ് ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിന്റെ അവകാശികളാക്കണേ റഹ്മാനെ മുത്തുനബി തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹു തആലയുടെ അഫുവിനെ ചോദിക്കുകയാണ് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുകയാണ് അവൻ കൂടുതൽ മാപ്പ് ചെയ്യുന്നവനാണ് മാപ്പ് ചെയ്യുന്നതിനെ പുറത്തു തരുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ് അങ്ങനെ അർത്ഥം വരുന്ന
മഹത്തായ ദിക്റാണ് നമ്മൾ ചൊല്ലുന്നത്. ഈ അവസാന സമയത്ത് കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്റാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഞാൻ ഇന്ന് ലൈലത്തുൽ ഖദ്റാണ് എന്ന് അറിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദിക്ർ ചൊല്ലിക്കോ, അല്ലാഹുവിൻ്റെ അഫുവിനെ ചോദിച്ചോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കുറഞ്ഞ സമയമേ ഇനി റമളാനിൽ ബാക്കിയുള്ളൂ. അടുത്ത റമളാനിൽ ഞങ്ങളുണ്ടാകുമോ എന്നറിയൂല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ചോദിക്കാം, അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ അഫൂ നൽകണേ അല്ലാഹ്. اللهم إنك عفو تحب العفو فاعف عني. 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 അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് അഫൂ തരണേ അല്ലാ. ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാ. അല്ലാ, ഞങ്ങൾ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ മയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ നീട്ടി സ്വീകരിച്ച് ഖബറിലേക്ക് വെക്കുന്ന നല്ല മയ്യത്തുകളാക്കണേ അല്ലാ. ചോദിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല, എന്നാലും നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ. ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. നീ അഫൂ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവനാണല്ലോ. നീ ഗഫൂറും ഗഫാറുമാണല്ലോ, കൂടുതൽ പൊറുക്കുന്നവനാണല്ലോ. അല്ലാഹ്,
ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനേ. അല്ലാ, ഇനി തെറ്റുകൾ ചെയ്യാത്ത നല്ല ജീവിതം നൽകണേ റഹ്മാനേ. ഈ റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ. റമളാനിൽ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, ഇത്ഖ് നൽകണേ അല്ലാ. ഇനി നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ് ഇനിയുള്ളത്. അല്ലാഹ്, 27-ാം രാവ് കഴിഞ്ഞു, 25 കഴിഞ്ഞു, 23-ഉം 21-ഉം കഴിഞ്ഞു. ഇനി 29-ൽ പ്രതീക്ഷയുണ്ട്. അല്ലാഹ്, ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദർ തരണേ അല്ലാഹ്. ലൈലത്തുൽ ഖദറിൻ്റെ രാവ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അല്ലാഹ്, ഞങ്ങൾ പ്രതീക്ഷയോടെ ഈ ചൊല്ലുന്ന മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ലൈലത്തുൽ ഖദർ തരണേ അല്ലാഹ്. ലൈലത്തുൽ ഖദർ തന്ന് ഞങ്ങളെ വിജയികളുടെ പട്ടികയിൽ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബത്തിലൊരാളെയും ഞങ്ങളുടെ മക്കളെയോ മാതാപിതാക്കളെയോ ആരെയും നരകാവകാശികളാക്കല്ല റഹ്മാനേ. അല്ലാഹ്, ഞങ്ങൾക്കൊക്കെ ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗലോകത്ത് കൂടിയിരുന്ന് തമാശകൾ പറഞ്ഞ് രസിച്ച് ചിരിച്ച് കളിച്ചിരിക്കാൻ ആഗ്രഹമുണ്ട്. അല്ലാഹ്, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. നമ്മൾ ചൊല്ലുകയാണ്, ഓതുകയാണ്, എനിക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കണമെന്ന വലിയ പ്രതീക്ഷയിൽ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم.
إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر അല്ലാഹുവേ സൂറത്തുൽ ഖദറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ലൈലത്തുൽ ഖദർ നൽകണേ അല്ലാഹ്. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
ഇനി നമ്മൾ ചൊല്ലുന്നത് ദുആക്ക് വലിയ ഇജാബത്ത് നൽകുന്ന മഹത്തായ ദിക്റാണ്. കുറഞ്ഞ സമയം ഒരു 11 തവണ ചൊല്ലാം. അല്ലാഹുവേ, ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനേ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. അല്ലാഹ്, ഞങ്ങൾ അക്രമികളിൽപ്പെട്ടവരാണ്. ഒരുപാട് അക്രമങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, നീ ഗഫൂറും ഗഫാറുമാണല്ലോ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്തുകളാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്താണ്, എന്നാൽ ചൊല്ലാൻ വളരെ എളുപ്പമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന മഹത്തായ തസ്ബീഹ് ചൊല്ലുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം തസ്ബീഹ് ചൊല്ലി മഹത്തായ നാരിയത്ത് സ്വലാത്ത്, ഒരുപാട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു കൊണ്ടുള്ള സ്വലാത്താണ്. മുറാദുകൾ ഹാസിലാകാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, വെള്ളം ലഭിക്കാൻ, ഇങ്ങനെ തുടങ്ങി രോഗങ്ങൾ ശിഫയാകാൻ എല്ലാം ചോദിച്ചു കൊണ്ടുള്ള സ്വലാത്ത്. സ്വലാത്തുന്നാരിയ, എളുപ്പത്തിൽ തീവേഗതയിൽ നമുക്ക് ഉത്തരം ലഭിക്കുന്ന സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് കുറഞ്ഞ സമയം ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം
وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله إن شاء الله إني കുറഞ്ഞ സമയം സ്വലാത്തുൻ നാരിയ ചൊല്ലിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد
محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളി നിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവനകൾ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മജ്‌ലിസുകളിൽ നമ്മൾ ഈ വിഷയം ഓർമ്മപ്പെടുത്തിയപ്പോൾ പല ആളുകളും അയച്ചു. എന്നാൽ 80% ആളുകൾക്ക് അയക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗൂഗിൾ പേ പ്രശ്നമായതുകൊണ്ട് നമ്പർ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ബ്ലോക്കായതുകൊണ്ട് പല ആളുകൾക്കും അയക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിൽ 3 നമ്പർ കൂടി കൊടുക്കുന്നുണ്ട്. ഈ നമ്പർ വെച്ചിട്ട് നിങ്ങൾ മാറി അയച്ചു നോക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ QR കോഡ് കൊടുത്തിട്ടുള്ളത് ഉപയോഗപ്പെടുത്തുക. QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേയിൽ പോയി അല്ലെങ്കിൽ പേടിഎമ്മിലൊക്കെ പോയി സ്കാൻ ചെയ്യുന്നത് അതിൽ അപ്ലോഡ് ചെയ്യുക. ഫോൺ നമ്പർ ഉപയോഗിച്ച് പണമടക്കാൻ കഴിയാത്ത ആളുകൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പറും IFSCയും ഉപയോഗിച്ച് അയക്കാൻ ശ്രമിക്കുക. ബാങ്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷനാണ് ഗൂഗിൾ പേയിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കമൻറ്റ് ബോക്സിൽ അതിൻ്റെ വിശദവിവരങ്ങൾ ഇൻഷാ അല്ലാഹ് കൊടുക്കുന്നുണ്ട്. അയക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ 82 81 731 938 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിനുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ.
ഒരുപാട് മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മജ്ലിസിലിരുന്നത്. അല്ലാഹ് നീ ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതിൻ്റെയൊക്കെ മിസ്ലായ സവാബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് ഇവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹ് ഒരുപാട് തവണ മദീനത്ത് സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മുഴുവൻ പ്രയാസങ്ങളും നീ നീക്കിത്തരണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ പലവിധ വിഷമങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് ഓരോരുത്തർ പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ദുആ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് എല്ലാം കൂടി ഇവിടെ വായിക്കാൻ സമയമില്ല. അല്ലാഹുവേ നിനക്കറിയാമല്ലോ റഹ്മാനെ, എല്ലാം നിനക്കറിയാമല്ലോ, എൻ്റെ മനസ്സിലുണ്ട് അല്ലാഹ്. അതൊക്കെ നീ എല്ലാവരുടെ മുഴുവൻ പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആരൊക്കെ എന്തൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അസുഖങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, എല്ലാം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആജിലായ ശിഫ നീ കൊടുക്കണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളുടെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സംഭാവന ചോദിച്ചപ്പോൾ ഒരുപാട് മുഅ്മിനീങ്ങൾ നൽകി. പല ആളുകളും ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നൽകിയവർക്കൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നൽകാൻ ഉദ്ദേശിച്ചവരുണ്ട് അല്ലാഹുവേ ഈ മജ്ലിസിൽ തന്നെ അവർ നൽകും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്, ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. നിന്റെ പള്ളിക്ക് വേണ്ടിയാണ്, നിന്റെ ഭവനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സദഖ ചെയ്യുന്നത് അല്ലാഹ്, നിനക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ ഈ വിശുദ്ധ റമളാനിൻ്റെ അവസാന സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹ് ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. സദഖ ചെയ്താൽ പാപങ്ങൾ മായ്ക്കപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന സദഖയുടെ കാരണം ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്, ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെയൊക്കെ ജോലികളിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജോലി സംബന്ധമായ പ്രയാസമുള്ളവർ ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ അല്ലാഹ്. നല്ല ജോലി നീ നൽകണേ റഹ്മാനെ അല്ലാഹ്, നല്ല ജോലി നൽകണേ അല്ലാഹ്. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ് ഉള്ള വരുമാനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ബറക്കത്ത് നീ നൽകണേ റഹ്മാനെ അല്ലാഹ്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് അല്ലാഹ്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ നീ അതൊക്കെ വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ, എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഗൾഫിൽ പോയിട്ട് നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, കുടുംബത്തെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ് ഉമ്മമാരുണ്ട് അല്ലാഹ്. എല്ലാവർക്കും സന്തോഷം കൊടുക്കണേ അല്ലാഹ്. മക്കളുടെയൊക്കെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളാക്കി വളർത്തണേ അല്ലാഹ്. അല്ലാഹ് ഇൽമും തഖ്വയും നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ അല്ലാഹ്. ഈ വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ റഹ്മാനെ, പ്രതികൂലമാക്കല്ലേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ വളരെ തുച്ഛമാണെങ്കിലും അതൊക്കെ നീ പൂർണ്ണമായി സ്വീകരിച്ച് നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ വേറെയും ഒരുപാട് മുഅ്മിനീങ്ങൾ വ്യത്യസ്തങ്ങളായ പരാതികൾ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്. എല്ലാം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്, എല്ലാം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. മക്കളൊക്കെ എക്സാം എഴുതിയ സമയമാണ് അല്ലാഹുവേ. എഴുതിയ എക്സാമുകളിലൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാഹ്, എഴുതാനിരിക്കുന്നതിലും നൽകണേ അല്ലാഹ്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കണേ റഹ്മാനെ അല്ലാഹുവേ. എല്ലാം റാഹത്തിലാക്കണേ അല്ലാഹ്. നല്ല ജോലികൾ നൽകണേ റഹ്മാനെ അല്ലാഹുവേ. പ്രയാസങ്ങളുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്, വീടില്ലാത്തവരുണ്ട് അല്ലാഹ്. നല്ല അനുയോജ്യമായി വീട് നീ നൽകണേ അല്ലാഹ്, നല്ല അനുയോജ്യമായി വീട് നീ നൽകണേ അല്ലാഹ്. ഗർഭിണികളുണ്ട് അല്ലാഹ്, സുഖപ്രസവം നൽകണേ റഹ്മാനെ, സുഖപ്രസവം നൽകണേ അല്ലാഹ്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഹദിയകൾ നൽകിയവരുണ്ട് അല്ലാഹ്. പള്ളിക്ക് വേണ്ടി അവരുടെ പേരിൽ സ്വതക്ക ചെയ്തവരുണ്ട് റഹ്മാനായ റബ്ബേ. എല്ലാവരുടെയും ബർസഖ് ജീവിതം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്.
ഞങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ മനസ്സിൽ ഇനിയും ഒരുപാട് ചോദിക്കാനുണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ അല്ലാഹുവേ, പലതും വിട്ടുപോയതുണ്ടാകാം, നിനക്കറിയാമല്ലോ എല്ലാം. അല്ലാഹുവേ, ഈ മജ്ലിസിലിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ റഹ്മാൻ. ഞങ്ങൾ ചൊല്ലിയ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കണേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.